അതെ നമ്മൾ അന്ന് കാര്യം പറഞ്ഞില്ലായിരുന്നു. അരമണിക്കൂറായി നിങ്ങളെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. എന്ത് പറയാനാ, വഴിയിൽ വന്ന വഴിക്ക് എന്തെല്ലാം അതിനകത്ത് നമുക്ക് നമ്മൾ തന്നെ ഒരുത്തരെ വിളിക്കേണ്ടത്. നമ്മൾ 3 പേര് ബെൽറ്റ് നമുക്ക് ആരെ വിളിക്കാം? പിന്നല്ല. അതെ, നമ്മള് എങ്ങനെയാ നമ്മൾ പോകുന്നത്? കാറൊന്നും വേണ്ട, നടന്നു പോയാ നടന്നു പോയാൽ മതി. കാറ് കേടാ, എന്റെ കാറ് കേടാ. പിന്നെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാണ്. ഞങ്ങൾ ആ ടോമി സഹോദരന്റെ പുതിയ ബിസിനസ്സിലേക്ക് ഞങ്ങൾ പോവുകയാണല്ലോ. ഞങ്ങളോടൊപ്പം സാന്നിധ്യം ഇരിക്കണമേ. ഞങ്ങളവിടെ കടന്നു ചെന്ന് അവിടുന്ന് ആ പ്രാർത്ഥിക്കുമ്പോൾ അനേക പാപികൾ മാനസാന്തരപ്പെടാൻ ഇടയാകണമേ. ഒരു പാപിയുടെ മാനസാന്തരം മുഴു ലോകത്തെക്കാൾ അധികമാണല്ലോ. ഞങ്ങളുടെ യാത്രയിൽ കൂടെ ഇരിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ. അവിടെ ഒച്ചമാണോ കേൾക്കണ്ടല്ലോ? എന്താണ് കണ്ടില്ലേ 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 ഞങ്ങളൊന്നും കണ്ടില്ലേ? ഡാം പൊട്ടി ഡാം പൊട്ടി ഡാം പൊട്ടി ഡാം പൊട്ടി ലക്ഷം മരിച്ചാലും ലക്ഷം മരിച്ചാലും ഞങ്ങളൊന്നും കണ്ടില്ലേ? ഞങ്ങളൊന്നും കണ്ടില്ലേ? കുഞ്ഞുങ്ങളെ, എന്തോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഡാം പൊട്ടുന്നതിന് മുമ്പേ നമ്മുടെ കർത്താവ് ഇനി വന്നാലോ നമ്മൾ എന്തോ ചെയ്യും? എന്റെ ഭാഷ ഞങ്ങൾ അടുത്ത വണ്ടി പിടിച്ച് ഞങ്ങൾ വേറെ എവിടെയും പോകും. വെറും മോശമായിരുന്നു. അവസാനിപ്പിക്കുക. മതപരിവർത്തനം അവസാനിപ്പിക്കുക. കൊടുത്തുള്ള ചാക്കറ്റ് പിടുത്തം അവസാനിപ്പിക്കുക. സമയം കുറെ ആയി, ഇവരെ കാണുന്നില്ല. പാസ് കൊണ്ട് 2 സെക്രട്ടറി കൊണ്ട് ട്രഷറർ കൊണ്ട് പറഞ്ഞ സമയത്തിന് ഇവരൊന്നും വരാറില്ല. ഉദ്ഘാടനത്തിന് സമയമാകാറായി. എന്ത് ചെയ്യാന്ന് പറ. ഇവിടെ പോയി കിടക്കണം. ചീത്ത വിളിക്കാൻ ഇപ്പോഴെങ്കിലും സമയത്തിന് എത്തിയല്ലോ. വഴിയിൽ എന്തെല്ലാം റോഡായിരുന്നു. ഒരു വിധത്തിൽ ഞങ്ങൾ വന്നു വെക്കുന്നു. പിന്നെ ഞങ്ങൾ ചുപ്ചുപ്പായിട്ട് പോലും തൊമ്മിക്ക ഇരിക്കാനുള്ള നേരമില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാൻ സഹായിച്ചല്ലോ. ദൈവമേ, ഇവിടെ ഈ ഷാപ്പിലുള്ള എല്ലാ മദ്യക്കുപ്പികളെയും അതിൽ നിറഞ്ഞിരിക്കുന്ന എല്ലാ മദ്യത്തെയും നിർവീര്യമാക്കണമേ. ഇതിലുള്ള എല്ലാ മദ്യവും ആരെല്ലാം കുടിക്കുന്നു അവർ കുടിക്കുമ്പോൾ അവരുടെ ആ വലിയ മാനസാന്തരങ്ങളായി അവരുടെ ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുവാൻ ഞങ്ങളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ക്രിപ്റ്റിന്റെ ഉദ്ദേശശുദ്ധിയെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ചോദ്യം ഇതാണ്: ഇതിന്റെ യഥാർത്ഥത്തിൽ ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടിയിരുന്നത്?